ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ബേർഡ് വാച്ചിങ് വ്ളോഗാണ്. അതായത് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള അവിടുത്തെ ആ ഒരു കണ്ടത്തിൻ്റെ അവിട്ട് പോയി കുറച്ച് ബേർഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഒരു ലിസ്റ്റ് പോലെ ആക്കിയിട്ട് മെർലിൻ ഇബേർഡ് ആപ്പിൽ ഇവിടുത്തെ ഹോട്ട്സ്പോട്ടിലേക്ക് ആ ഒരു ബേർഡ്സിൻ്റെ കൗണ്ടും ആ ഒരു ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസും ഫൈൻഡിങ്സും എല്ലാം നമ്മുടെ രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ബേർഡിങ്ങൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ പോലെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് പോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാനും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ റോഡിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് പോയി ബേർഡ്സിനെ കാണുന്നതൊക്കെ നമ്മൾ ആ ഒരു മെർലിൻ ഇബേർഡ് ആപ്പിലേക്ക് നമ്മൾ ഓരോ സൈറ്റിങ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു കണ്ടത്തിൽ അവിടെ പോയാൽ പുതുതായിട്ട് 2 സ്പീഷീസിനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു. പിന്നെ മെർലിൻ ഇബേർഡ് നമ്മൾ ഇതുവരെ റെയർ ആയിട്ടുള്ള കുറച്ചധികം ബേർഡ്സിൻ്റെ സൗണ്ട് മെർലിൻ ആപ്പ് ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. നമ്മൾ ആ ബേർഡ്സിനെ അവിടെയൊക്കെ നോക്കിയായിരുന്നു നമ്മൾ അന്ന്. പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഇന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പുതിയ ബേർഡ്സിനെ കാണാം. എന്തായാലും നമുക്ക് നോക്കാം. ബേർഡ് കൗണ്ടിങ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുക നമ്മൾ ഇൻഡിവിജ്വൽ ബേർഡ്സിനെ ഓരോന്നായിട്ട് നമ്മൾ കാണും. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഗ്രൂപ്പായിട്ട് പെയറായിട്ടുള്ള ബേർഡ്സ് ആണെങ്കിൽ നമ്മൾ 2, 3, 4 വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ കൗണ്ട് ചെയ്ത് നമുക്ക് അത്രയും നമ്മൾ ആ കൗണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഗ്രൂപ്പായിട്ടുള്ള 10-15 ബേർഡ്സൊക്കെ ഒന്നിച്ച് പറന്ന് പോകുന്ന സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇത്ര ബേർഡ്സ് കാണും എന്ന രീതിയിൽ നമ്മൾ കൗണ്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് ബേർഡ് കൗണ്ടിങ് നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് നമുക്ക് എന്തായാലും അപ്ഡേറ്റേഷൻ നമുക്ക് തുടങ്ങാം. ലൊക്കേഷൻ ഇപ്പോൾ കറക്റ്റ് ആക്യുറേറ്റ് ആയി കിട്ടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് എന്തായാലും ബേർഡ് കൗണ്ടിങ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ റെക്കോർഡ് ട്രാക്കോടെ നമ്മൾ കൊടുക്കുകയാണ്. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പോകുന്ന ആ ഒരു മാർക്കിങ്ങും എല്ലാം തന്നെ നമുക്ക് ആ ട്രാക്കിംഗ് ഹിസ്റ്ററി എല്ലാം നമുക്ക് ആ ആപ്ലിക്കേഷനിൽ ഇത് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഒരു കുട്ടുറുമാൻ്റെയും മൈനയുടെയൊക്കെ ശബ്ദമൊക്കെ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു കൈലക്കിളിയുടെ ഫൈൻഡിങ്സ് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജംഗിൾ ബാർബ്ലർ നമ്മൾ കൊടുക്കുകയാണ്. ജംഗിൾ ബാർബ്ലർ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ ആ ബേർഡ് കൗണ്ട് നമ്മൾ ഒരു പക്ഷിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടോളാം. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ആ കുറേ ബേർഡ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാനുണ്ട്. നമുക്ക് സൈഡിലൂടെ നമുക്ക് നോക്കാം ഇവിടെ ബേർഡ്സിൻ്റെ എല്ലാം എല്ലാം സൗണ്ട് കേൾക്കാമോ എന്ന്. ഇവിടുന്നൊക്കെ ഒരു ചെറിയ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴോട്ട് പോയി നമുക്ക് കണ്ടത്തിൻ്റെ സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം. നമ്മൾ എന്തായാലും ഫോൺ എന്തായാലും നമ്മുടെ പോക്കറ്റിലേക്ക് നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് പോക്കറ്റിലേക്ക് ഇടുകയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചേർക്കാൻ നമ്മൾ സൈഡിലേക്ക് പോയി നോക്കാം. ബേർഡ്സിന് സൗണ്ട് കേൾക്കുമ്പോഴും ബേർഡ്സിനെ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് സൈക്കിൾ നിർത്തിയിട്ട് നമുക്ക് ആ ഒരു ബേർഡ്സിൻ്റെ കൗണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചെറുക നമ്മൾ സൈക്കിളിൽ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പുറത്തെ കയ്യിലോട്ട് ഫോൺ പിടിച്ച് ചെറുക നമുക്ക് പോവാം. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ബേർഡ്സിൻ്റെയൊക്കെ കാണുമ്പോൾ നോക്കാം. നമ്മൾ ചേർക്കാൻ നമ്മൾ അങ്ങനെ പോവുകയാണ്. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം ഇവിടെ ബേർഡ്സിൻ്റെ എല്ലാം സൗണ്ടോ സൈറ്റിങ്സോ ഉണ്ടോ എന്ന്. ഇതൊരു കാക്കയാണ് ഈ ലൈൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് 2 കാക്കയെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് അതായത് നമ്മൾ ആ താഴെ കണ്ടത്തിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നൊക്കെ സ്പോട്ടഡ് ഡോഗ് അമ്പലപ്രാവൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ കണ്ടായിരുന്നു. ഈ ലൈൻ ഇവിടുത്തെ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ഫെൻസിങ്ങിൽ നമ്മളത് കണ്ടായിരുന്നു. ഇവിടുന്ന് സ്പോട്ടിങ് ഒന്നും ആവുന്നില്ല. അതായത് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം. കാക്കയുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് ഈ സൈക്കിള് ഇതിന് കണ്ടത്തിന് ഇടയ്ക്കൂടെ നമുക്ക് സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാം. അവിടെ ആയിട്ട് ചിലപ്പം ഈ കുളക്കോഴിയെ കാണാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ കുളക്കോഴിയുടെ ശബ്ദം കൂട്ടായിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈക്കിൾ ഈ ഒരു കണ്ടത്തിലേക്ക് സൈഡിൽ കൂടെ നമ്മൾ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ആ ഒരു തെങ്ങിൻ്റെ അങ്ങോട്ട് സൈക്കിൾ നമുക്ക് അങ്ങോട്ട് വെക്കാം. വെച്ചിട്ട് നമുക്ക് ബേർഡ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് നമുക്ക് നോക്കാം. നമുക്ക് സൈക്കിള് നമുക്ക് ഈ സൈഡിലോട്ട് നമുക്ക് ഈ കാട്ടിലോട്ട് നമുക്ക് വെക്കാം. കാട്ടിലോട്ട് ഇവിടെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിൾ ഇവിടോട്ട് വെക്കാം. യെസ്, അപ്പോൾ നമ്മുടെ സൈക്കിൾ നമ്മൾ അവിടെ വെച്ച് സൈഡിലോട്ട് നമുക്ക് ചെറുകെ നടന്ന് പോയി നോക്കാം.
ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് കണ്ട നമ്മൾ ആ ഹൗസ് ക്രോ നമ്മളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഹൗസ് ക്രോ നമ്മൾ കൗണ്ട് നമ്മൾ രണ്ടാണ് കണ്ടത്. അപ്പോൾ നമ്മൾ കൗണ്ട് നമ്മൾ ഇതേപോലെ 2 നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഏഷ്യൻ ബീറ്റർ ബേർഡ് ഉണ്ടല്ലോ, അതിനെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചെറുക്കാൻ നമുക്ക് അവിടെ പോയി നോക്കാം. പിന്നെ അവിടെ നമുക്ക് കുറച്ച് കൊക്കിനെയൊക്കെ അവിടെ നമുക്ക് ചെറിയ മീഡിയം ഇഗ്രട്ട് ലിറ്റിൽ ഇഗ്രട്ട് കൊക്കിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ നമുക്ക് വെള്ള അരിവാൾ കൊക്കിനെയും നാട്ടുവേൽത്തത്തെയൊക്കെ ഒന്നിച്ച് കൂട്ടമായിട്ട് പറന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സൂം ചെയ്ത് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കാണിക്കാമായിരുന്നു. അതായത് നമുക്ക് ആ ഒരു ഫൈൻഡിങ്സ് നമുക്ക് ഓരോന്നായിട്ട് തന്നെ ആപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുട്ടുറുമാൻ്റെ ശബ്ദം നമുക്ക് ദൂരെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം. ഈ നാട്ടുവേൽത്തത്തെ ഏഷ്യൻ ഗ്രീൻ ബീറ്ററൊക്കെ ഇലക്ട്രിക് ഫെൻസിങ്ങിലൊക്കെ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ ഇതുപോലത്തെ ഈ ബേർഡിങ് വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ഫൈൻഡിങ്സ് എല്ലാം നമുക്ക് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏഷ്യൻ ബീറ്റർ നമ്മളൊരു 3 നമ്മൾ കണ്ടത്. പിന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ് ഡിബിസ് വെള്ള അരിവാൾ കുക്കിനെയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബ്ലാക്ക് ഹെഡ് ഡൈബിസ് അത് നമ്മളൊരു 2 നമ്മൾ അവിടെ സൈഡിൽ കണ്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു കുട്ടുറുമാനെ കണ്ടായിരുന്നു. കുട്ടുറുമാൻ്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് നമ്മളത് 2 ബേർഡിന് ശബ്ദമായിരുന്നു. നമ്മൾ പെയറായിട്ടായിരിക്കും അതിൻ്റെ ശബ്ദമായിരുന്നു നമ്മൾ കേട്ടത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഓരോന്ന് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇനി അടുത്ത ബേർഡ്സ് നമുക്ക് നോക്കാം. ആ ലൊക്കേഷൻ ആ ഹോട്ട്സ്പോട്ടിലേക്ക് ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ആ ഒരു ഹോട്ട്സ്പോട്ട് ഒന്ന് സെറ്റ് ചെയ്യാം ആദ്യം. പിന്നെ ആ സൈഡിലൂടെ വന്നപ്പോൾ അവിടെ ആയിട്ട് നമുക്കൊരു കുളക്കൊക്ക് ആ ഒരു കണ്ടത്തിൽ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണാൻ പറ്റുമോ, എത്ര സൂം ആകുമെന്നകത്ത് എന്താ ഞാൻ കാണിക്കാം. നമുക്ക് അവിടെ ആയിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെ ആയിട്ട് ഇത് കുളക്കൊക്കാണ്. പെട്ടെന്ന് നമുക്ക് ഇതിനെ സ്പോട്ട് ചെയ്യാനും പാടാ. ആ ഒരു കളറും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫൈൻഡിങ്സിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി പോണ്ട് ഹെറോൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. അവിടെ ആയിട്ട് നമുക്ക് കുറച്ച് കൊക്കുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചെറുമുണ്ടിയാണെന്ന് തോന്നുന്നത്. നമ്മൾ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ടും ലിറ്റിൽ ഇഗ്രട്ടും പോണ്ട് ഹെറോണും എല്ലാം ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ട് നമ്മളവിടെ ഒരു 2 ഉള്ളത്. അതൊക്കെ അവിടെ ആയിട്ട് നമുക്ക് 2 കാണാൻ സാധിക്കും. നമ്മൾ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ട് 2 നമ്മൾ ആഡ് ചെയ്തു. ചെറുമുണ്ട് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ ആ ഒരു പശുവിൻ്റെ അടുത്തായിട്ട് നമുക്ക് ആ ഒരു ഈസ്റ്റേൺ കാറ്റിൽ ഇഗ്രട്ടിനെ നമുക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യത്തെ സൈറ്റിംഗ് ആണ് ഇന്നത്തെ. നമ്മളത് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു പോണ്ട് ഹെറോൺ മുമ്പ് കണ്ട ആ ഒരു പോണ്ട് ഹെറോണും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇന്ത്യൻ പോണ്ട് ഹെറോൺ നമ്മൾ മുമ്പ് നമ്മളിവിടെ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് നമ്മൾ 2 നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാ നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഈ ബേർഡിങ്ങും ഈ വ്ളോഗിങ്ങും കൂടെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു വലിയ കഴുത്തുള്ള ഒരു കൊക്കുണ്ടല്ലോ, ഈ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ട്, അത് നമുക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പറന്നു പോകുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമുക്ക് അതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ടാണ് നമ്മൾ 3 സൈറ്റിങ്സ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് അവിടെ ആയിട്ട് കുളക്കോഴി, അവിടെ 2 കുളക്കോഴി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. എത്രത്തോളം കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇവിടെ ആയിട്ട് ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ മറ്റേ ഇവിടെ ആയിട്ട്, അത് കുളക്കോഴിയാണ് നടുക്കായിട്ടുള്ളത്. അത് 2 നമുക്ക് അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ ആ സൂം ചെയ്ത് നോർമലി വന്നു. നമ്മൾ 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഈ കുളക്കോഴിയുടെ ശബ്ദം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ശബ്ദം. ഒരുമിച്ച് കൂട്ടായിട്ട് 2-3 കുളക്കോഴി ഒന്നിച്ചലയ്ക്കുമ്പോൾ വലിയ കൂട്ടായിട്ടുള്ള ശബ്ദമായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും. എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം ഏതെങ്കിലും ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അവിടെ ആയിട്ട് മരം മുറിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ബേഡ്സ് സൗണ്ട് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇടയ്ക്ക് ഇവിടെ ബേഡിങ് ആയിട്ട് വന്നതാണ്. അന്ന് വന്നപ്പം ഇന്ന് വീഡിയോ ഒക്കെ ചെയ്യണമെന്നും പ്ലാൻ ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇവിടെ അന്ന് നമുക്കൊരു തത്തയൊക്കെ ഉണ്ട്, നമ്മുടെ മോതിരത്തത്ത ഉണ്ടല്ലോ, മോതിരത്തത്ത, പുന്താത്ത, അങ്ങനെയുള്ള നാട്ടുവേൽ തത്തയുടെയൊക്കെ ഒരു കൂട്ടമൊക്കെ പറന്നു പോകുന്നതായിട്ടൊക്കെ കാണാൻ സാധിച്ചായിരുന്നു. ഇന്ന് തത്തകളെ ഒന്നും കാണാൻ പറ്റിയില്ല. അത് നമുക്ക് പോയി നോക്കാം. അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു നാട്ടുവേൽ തത്ത നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര്. ഏഷ്യൻ നമുക്കതിപ്പം 5 അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഇലക്ട്രിക് ഫെൻസിൽ ആ മരത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു പുറകിലത്തെ ആ ഒരു തൂവലിൻ്റെ സൈഡിൽ ചെറിയ ലൈൻ പോലെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. പറന്നു പോകുന്ന സമയത്താണെങ്കിൽ ആ സൂര്യൻ്റെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ഷെയ്ഡിൽ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അവിടെയായിട്ട് നമുക്ക് ആ ഒരു ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ ഇരിപ്പുണ്ട്. ഈ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കിടില ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. ഇപ്പം നമ്മൾ വന്ന ടൈം അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഇവിടുത്തെ ആ ഒരു തെങ്ങിലാണ് കരിയിലക്കിളിയുടെ ഒരു കൂട്ടം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തീറ്റയെല്ലാം കിട്ടിക്കാണും. എവിടെ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ജംഗിൾ ബബ്ലർ നമുക്കൊരു 7 ഇല്ലെന്ന് തോന്നുന്നു, ഒരു 3-4 ഉള്ളൂ. അത് നമുക്ക് ആഡ് ചെയ്യാം. ഒരു 7 ജംഗിൾ ബബ്ലർ ആഡ് ചെയ്യാം. ഒരു 3 ആഡ് ചെയ്യാം. അവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്, അപ്പോൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല ബേഡ്സിൻ്റെയൊക്കെ. പിന്നെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കാണുന്ന നാട്ടുമൈനയില്ലേ, മുമ്പ് നമ്മൾ 2 മൈന പറന്നു പോകുന്നത് പേരായിട്ടുള്ളത് കണ്ടായിരുന്നു. നമ്മളെ സൈറ്റിങ്സ് നമ്മളിലേക്ക് ആഡ് ചെയ്തില്ലായിരുന്നു. അത് നമുക്കത് കോമൺ മൈന നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് കുറച്ച് ദൂരെയായിട്ട് ആ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു വെള്ള അരിവാൾക്കൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കറുത്ത നീളമുള്ള ചുണ്ടുള്ള, നമുക്ക് അവിടെ ആയിട്ട് അത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്കതും ആഡ് ചെയ്യാം. ബ്ലാക്ക് ഹെഡ് ഡിബിസ് എന്നാണ് അതിൻ്റെ. അത് നമ്മൾ ഒരെണ്ണം നമ്മുടെ സൈറ്റിങ്സ് നമുക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യൻ പോണ്ട് ഹെറോണ് കുളക്കൊക്കെ വെള്ളത്തിൽ സൈഡിലൂടെ പറന്നു പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ സ്റ്റാൻഡിലൂടെ കണ്ടിട്ടായിരിക്കും. നമുക്ക് അതുകൂടെ ആഡ് ചെയ്യാം. പോണ്ട് ഹെറോണ് ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ നമുക്ക് കുറച്ച് ഈ കുളക്കോഴിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പോയി നോക്കാം. ആ ഒരു സൈഡിൽ നിന്നൊക്കെ മരം മുറിക്കുന്നതുകൊണ്ട് ആ ഒരു ബേഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റുന്നില്ല. ഇതിന് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, ആ പോയത് ബ്ലാക്ക് ഹുഡിയുടെ ഒറിവുള്ള ഒരു മഞ്ഞക്കിളി ഉണ്ടല്ലോ. നല്ല സൂം ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഏഷ്യൻ പാം ഷിഫ്റ്റും മറ്റേ ഈ ബ്ലാക്ക് ഹുഡിയുടെ ഒറിയോളം ഉണ്ടല്ലോ, മഞ്ഞക്കറുപ്പ്, ആ ഒരു പക്ഷിയൊക്കെ അതിൻ്റെ പേരൊക്കെ ഇപ്പം പറന്നു പോയായിരുന്നു. ആ ഒരു കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അതിൻ്റെ സൈറ്റിങ്സ് ആണ് കിട്ടിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് പറന്നുപോയി. അതിലേക്കൂടെയൊക്കെ വെള്ള അരിവാൾക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. അപ്പം സ്പോട്ടൊക്കെ എന്തായാലും ഇതൊക്കെ ആഡ് ചെയ്യാം. സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് കൂടുതലായിട്ട് പക്ഷികളെ കാണാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. എന്നാൽ കോമൺ ആയിട്ട് കാണുന്ന ബേഡ്സിനൊക്കെയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെയറായിട്ടുള്ള ബേഡ്സ് നമുക്ക് വലിയ സൈറ്റിങ്സ് കിട്ടിയില്ല. പിന്നെ നമുക്ക് അവിടെ ആയിട്ട് നോക്കാം മീൻ കൊത്തിച്ചാത്തൻ, വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ അവിടെ ആയിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഇന്ത്യൻ പോണ്ട് ഹെറോണൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണുന്നുണ്ട്. നമുക്ക് അതേ സൈറ്റിങ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ നമ്മളത് നമ്മൾ കണ്ടുള്ളായിരുന്നു. അത് നമ്മൾ സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 13 ബേഡ്സിൻ്റെ ആ ഒരു സൈറ്റിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്തായിരുന്നു. കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം പുതിയ ഏതെങ്കിലും ബേഡ്സിനെ കാണുമോ, സൈറ്റിങ്സ് സൗണ്ട് കിട്ടുമോ എന്ന്. ഇതായത് നമുക്ക് അവിടെ ആയിട്ട് ഇപ്പോൾ ഞാൻ സ്പോട്ട് ചെയ്തായിരുന്നു. അവിടെ ആയിട്ട് നമ്മുടെ ബ്ലാക്ക് ഡ്രോങ്കോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂം ചെയ്ത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു മരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു ബ്ലാക്ക് ഡ്രോങ്കോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബ്ലാക്ക് ഡ്രോങ്കോ അവരാണ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് പോയി കാണാൻ പറ്റുമോ എന്ന് നിങ്ങളെ കാണിച്ചു തരാം. സൂം ചെയ്ത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. അവിടെ ആയിട്ട് നമുക്ക് ആ ബ്ലാക്ക് ഡ്രോങ്കോ
നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് നമുക്ക് അതുപോലെ തിരിച്ച് ഔട്ട് ഓഫ് സൂം ചെയ്ത് വരാൻ. പിന്നെ നോർമലി ഈ ഒരു ടൈമിലാണെങ്കിൽ തേനീക്കിളിയുടെ മറ്റേ സ്പോട്ടഡ് ഡോവ്, അരിപ്രാവ്, ആ ഒരു പക്ഷികളുടെയൊക്കെ സൗണ്ടൊക്കെ നമുക്ക് ഈ സമയത്തൊക്കെ കേൾക്കുന്ന. പക്ഷേ ആ പക്ഷിയുടെ സൗണ്ട് നമുക്കത് കേൾക്കുന്നില്ല. ദൂരമായിട്ട് നമുക്ക് മറ്റേ ഏഷ്യൻ കോയിലുണ്ടല്ലോ, കുയില്, ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ആപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഏഷ്യൻ കോയിൽ നമ്മളും പോകുന്നുണ്ട്. ആ ഒരു പക്ഷി ചൂള നെരണ്ടാന്ന് പറയുന്നൊരു പക്ഷിയാണ്. അതിൻ്റെ സൈറ്റിങ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ചൂള നെരണ്ട പർപ്പിൾ ഹെറോൺ പക്ഷിയായിരുന്നു. നമുക്ക് അതുകൂടെ ആഡ് ചെയ്യാം. നമ്മളത് സ്പോട്ടിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് കൂടുതലായിട്ട് പക്ഷികളെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ആ ഒരു മെർലിൻ ആപ്പിലൂടെ നമുക്ക് ആ ഒരു സൗണ്ട് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ ഒരു മരത്തിൽ ഇപ്പോൾ നമ്മുടെ കിളി ഉണ്ടല്ലോ, ഈ റെഫ്യൂസ് ട്രീ പൈ, ഓലഞ്ഞാലി കിളി, ഇപ്പോൾ ആ ഒരു നമുക്ക് അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. റെഫ്യൂസ് ട്രീ പൈ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് സ്പോട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് കൂടുതൽ ബേഡ്സിൻ്റെ സൈറ്റിങ്സ് നമുക്ക് കിട്ടുന്നില്ല. സൈക്കിൾ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ മറ്റൊരു ഗ്രേറ്റ് വൈറ്റ് ഇഗ്രട്ട്, ഇപ്പോൾ മുകളിലായി മറ്റേ ചെറിയ തേനീക്കിളി സൺബേർഡിൻ്റെ സൈറ്റിങ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് പെയറായിട്ടാണെന്ന് തോന്നുന്നു. ഒരു 2-3 ബേഡ്സ് കാണും ആ ഒരു മുകളിലായിട്ട്. നമുക്ക് ആഡ് ചെയ്യാം. ആ സൗണ്ട് വെച്ച് എനിക്ക് തോന്നുന്നു മറ്റേ പർപ്പിൾ ഡ്രംപ്ഡ് സൺബേർഡ് ആണ് തോന്നുന്നത്. നമുക്ക് ആ ഒരു ഇതെല്ലാം കുറച്ച് സൈഡിലോട്ട് പോയി നോക്കാം. നമുക്ക് ആ ഒരു പർപ്പിൾ ഡ്രംപ്ഡ് സൺബേർഡ് നമുക്ക് ആഡ് ചെയ്യാം. ആ ഒരു സൈറ്റിങ്സ് നമ്മൾ ആ ഒരു ആപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ സൈഡിലോട്ടൊക്കെ പോയി നോക്കാം. ഗൈസ്, ഈ സൈഡിലായിട്ട് ഒരു പക്ഷി വന്നിരുന്നിട്ടുണ്ട്. അത് റെഡ് വെൻറ്റേഡ് ബുൾബുൾ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മലയാളം പേര് ഞാനത് പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് കാണിക്കാൻ പറ്റുമോ നോക്കാം. ഈ സൈഡിലായിട്ട് വന്നിരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ ആയിട്ട് നമുക്കത് ചെറിയൊരു സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. ചെറിയ കാണിച്ചേ. ഞാൻ ആദ്യം വിചാരിച്ച റെഡ് വിസ്കേഡ് ബുൾബുള്ളാണെന്നാണ് വിചാരിച്ചത്. അല്ല, റെഡ് വെൻറ്റേഡ് ബുൾബുള്ള. അതിന് കളറും ഏകദേശം അതുപോലായിരുന്നു. സൈറ്റിങ്സ് എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിതിലെ ആണെങ്കിൽ അവിടെ വരെ പോയി നോക്കിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കൂടുതലായിട്ട് ബേഡ്സ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതായത് കുറച്ച് ബേഡ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് എത്ര ബേഡ്സിനെ സ്പോട്ട് ചെയ്യാൻ ആ ചെക്ക് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടലി 19 സ്പീഷീസിനെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. ഇതിൽ മിസ്സായിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഓർത്ത് നോക്കണം. ഇപ്പോൾ ഞാൻ റോസ്നേക്കോട് പാരപ്പറ്റ് മോതിരത്തത്തയുടെ ഒരു കൂട്ടം പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ട് നമുക്ക് ഏകദേശം 7-8 ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. റോസ് റിംഗ് നെക്കഡ് പാരപ്പറ്റാണ്. റിംഗ് നെക്കഡ് പാരപ്പറ്റ് നമുക്കത് ഒരു 8 നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. 7-8 ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ കൗണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കൂടുതലായിട്ട് ബേഡ്സിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് നേരമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ബേഡ്സിനൊക്കെ നമ്മൾ ടോട്ടലി നോക്കുവാണെങ്കിൽ ഏകദേശം 20ഓളം ബേഡ്സിൻ്റെ സ്പീഷീസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആ ലൊക്കേഷനും കൂടെ നമുക്ക് ആ ഒരു ഹോട്ട്സ്പോട്ടും കൂടെ ഒന്നതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആ ഒരു വ്യൂ കൊടുത്ത് ഇപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് ആ ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ആ ഒരു
നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ബേഡിങ്ങിൻ്റെ ഒരു ആക്ടിവിറ്റി ട്രാക്കിങ് നമുക്കിവിടെ കാണിച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിലേക്കൂടെ നമ്മൾ പോയി, ഇങ്ങനെ നമ്മൾ ചെയ്തതിലേക്ക് അവിടെ വരെ പോയി, തിരിച്ച് നമ്മൾ അതിലേക്കൂടെ വന്ന് ഈ സൈഡിൽ ഈ കണ്ടത്തിൻ്റെ ഈ സൈഡിലേക്ക് പോയി, ഇങ്ങനെ നമ്മൾ പോയി. എന്തായാലും ഇതിലേക്ക് നമ്മൾ ആ ഒരു ഹോട്ട്സ്പോട്ട് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ട്രാക്കിങ്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ലൊക്കേഷനിലേക്ക് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലൊക്കേഷൻ നമുക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ കാണാൻ സാധിക്കും. ടോട്ടലി നമ്മളിപ്പം 36 മിനിറ്റാണ് നമ്മൾ ബേഡ് വാച്ചിങ് നമ്മൾ വെച്ച്. ഇവിടെ നമുക്ക് സബ്മിറ്റിംഗ് കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് ഓഫ് ദിസ് ബേഡ് യു ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റഡ് ബേഡ്സിനെ നമ്മൾ സ്പോട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മൾ കോമൺ ബേഡ്സിനെ സ്പോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ടാർഗറ്റഡ് സ്പീഷീസ് ആയിരുന്നു നമ്മൾ നോക്കിപ്പോയത്. നമ്മൾ ടാർഗറ്റഡ് സ്പീഷീസ് നമ്മൾ ഹൗസ് ക്രോ ഒക്കെയാണ് നമ്മൾ ഏകദേശം 10-50 വലിയ കൂട്ടമായിട്ടൊക്കെ പറന്നു പോകുന്നത് നമ്മൾ കണ്ടായിരുന്നത്. നമ്മൾ ആ കോമൺ ബേഡ്സ് നമ്മൾ കൂടുതലായിട്ടൊന്നും നമ്മുടെ ഇതിലേക്ക് നമ്മൾ സൈറ്റിങ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ടാർഗറ്റ് നമ്മളത് യെസ് കൊടുക്കുകയാണ്, നോ കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള ബേഡ്സ് നമ്മൾ ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ നോ തന്നെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കമൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ആയിട്ട് നമ്മൾ കുളക്കോഴിയുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പേ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു കേട്ടത്. നമുക്ക് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് നമ്മളിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു മഞ്ഞക്കിളി ആ ഒരു ഓലയിൽ വന്നിരുന്നിട്ടുണ്ട്. ഒരു പെയറായിട്ടുള്ള രണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് വേറൊരു മുമ്പേ നമ്മൾ കണ്ട ഒരു ബേഡല്ല, ഇത് വേറൊരു ബേഡാണ്. നമ്മൾ ആ ഒരു വേറെ സ്പോട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് കണ്ടത്. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെന്തായാലും ഇവിടെ കൂടുതൽ ബേഡ്സ് ഒന്നും സ്പോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു പക്ഷേ പറന്ന് പോകുന്നൊക്കെയാണ്. അത് കോമൺ മൈനിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഡൗട്ടുണ്ട്. ഡൗട്ടുള്ള ബേഡ്സ് നമുക്കിലേക്ക് ഈ ബേഡ് ആപ്ലിക്കേഷൻ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കത് എഡിറ്റ് ചെയ്യാം. അൺഐഡൻറ്റിഫൈഡ് ബേഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്കത് പിന്നീട് നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും വീഡിയോ നമ്മൾ ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ചെക്ക് ലിസ്റ്റ് എന്തായാലും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അതൊക്കെ പിന്നീട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബേഡ് വാച്ചിങ്ങിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ബേഡ്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നല്ല സൂം ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ബേഡ്സിൻ്റെ ഫോട്ടോ സൈറ്റിങ്സ് ഒക്കെ നിങ്ങളെ കുറച്ചൊക്കെ ചെറിയ സൂം ചെയ്തൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ എത്രത്തോളം ക്ലിയർ ആയി എന്ന് അറിയത്തില്ല. വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ വലിയ പ്ലാൻ ചെയ്തുള്ള വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ മിസ്റ്റേക്സ് എന്തായാലും വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം നിങ്ങൾ പറയുക. എന്തായാലും അടുത്ത വീഡിയോസ് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.